പൗലോസിനെ അടുക്കളയിൽ നിന്നും പുറത്താക്കി അലീന. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, മഴത്തൂര് മുംബൈയിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് പൗലോസാണെങ്കിൽ അലീനയുടെ മുൻപിൽ പരാജയപ്പെട്ട് കൊടുക്കാൻ തയ്യാറല്ല എന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ പൗലോസ് അടുക്കളയിൽ കയറി ജോലി ചെയ്യാൻ പോവുകയാണ്. പപ്പ പറഞ്ഞ സമയമൊക്കെ കഴിഞ്ഞല്ലോ പൗലോസേട്ടാ, പൗലോസേട്ടന് എന്നെ അനുസരിക്കാൻ വല്ല ഭാവമുണ്ടോ എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയുന്നു, സാധിക്കുന്നു. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ പൗലോസാണെങ്കിൽ കുഞ്ഞ് എൻ്റെ പണി ഞാൻ ചെയ്തോളാം, എന്നെ പഠിപ്പിക്കേണ്ട എന്ന് പറയുമ്പോൾ അപ്പോൾ പൗലോസേട്ടന് എന്നെ ഉദ്ദേശിക്കാൻ, എന്നെ അനുസരിക്കാൻ യാതൊരു ഭാവവുമില്ലല്ലേ. എങ്കിലേ പൗലോസേട്ടൻ ഒരു കാര്യം ചെയ്തേ, ഈ അടുക്കളയിൽ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയേ എന്ന് പറയുന്നത് കാണാം. അതായത് ഈ അടുക്കളയിൽ ഇനി പൗലോസേട്ടൻ ഒന്നും ചെയ്യേണ്ട ആവശ്യകതയോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. മനസ്സിലായോ ഞാൻ പറയുന്നത്? അതായത് പപ്പ തന്ന സമയം കഴിഞ്ഞു, ഞാനിനി ഒരു ദിവസം കൂടി തരും. അത് പൗലോസേട്ടൻ വെറുതെ ഇരുന്നോ, ആലോചിച്ചോ, എന്തു വേണമെങ്കിലും തീരുമാനിച്ചോ. പക്ഷേ ആ ഒരു ദിവസം കഴിയുമ്പോഴും പൗലോസേട്ടന് എന്നെ അനുസരിക്കാൻ ഭാവമില്ലെങ്കിൽ പൗലോസേട്ടൻ ഈ പണി ഉപേക്ഷിച്ച് പോവാൻ നോക്കിക്കോളൂ. പൗലോസേട്ടന് ഈ പണിക്ക് എന്തായാലും കൊള്ളൂല എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഒരേ ഒരു ദിവസം, അതിൽ കൂടുതൽ ഒരു സെക്കൻഡ് പോലും ഞാൻ തരില്ല എന്ന് അലീന പറയുന്നൊരു കാഴ്ച കാണാൻ കഴിയും, സാധിക്കും. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ.